എനിക്ക് കാറ്റ്സിനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതിന് പിന്നിലൊരു റീസണും ഉണ്ട്. ഞാൻ തീരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാനും എൻ്റെ കസിൻസും കൂടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയി. അവിടെ ചിന്നു എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട്. കസിൻസിന് എല്ലാവർക്കും ആ ചിന്നുപൂച്ചേനെ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാനാണെങ്കിലോ ധൈര്യം കാണിച്ച് വേഗം ഈ പൂച്ചേനെ എടുക്കുകയും ചെയ്തു. ഇതിനെടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ മാന്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ പൂച്ച മാന്തിയത് അമ്മായി ശ്രദ്ധിച്ചേ. വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങൾ അവിടെ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ, വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നുമില്ല. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. TT എടുത്തു. അത്താണി മെഡിക്കൽ കോളേജിൽ പോയിട്ട് വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതും ചെയ്തു. 10-12 വാക്സിൻ എന്തോ എടുക്കേണ്ടി വന്നു ആ മാന്തിയ ഭാഗത്ത്. പിന്നീട് അതിനുശേഷം ഈ പൂച്ചകളെ കണ്ട അപ്പൊ എനിക്ക് ഈ വാക്സിൻ എടുത്തതൊക്കെ ഓർമ്മ വരും. ഇപ്പൊ കാറ്റ്സിനോടുള്ള പേടി മാറിയത് ഓറിയോനെയും സ്നോബലിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ. ഇവരേനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആദ്യം കൊണ്ടൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ കംഫർട്ടബിൾ ആയി. ആൻഡ് ഇപ്പോ ഞാൻ രാവിലെ എണീച്ച മിക്ക ദിവസം കണി കാണുന്നത് എന്റെ സ്നോബലിനെയാണ്. അന്ന് കാറ്റ്സ് എന്ന് പറഞ്ഞ പേടി ഉണ്ടായിരുന്ന ഞാൻ ഇന്നൊരു കാറ്റ് ലവർ ആയി മാറും ചെയ്തു.